Welcome, dear students, and today's session is about the nature and characteristic of tourism. ടൂറിസത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. So, according to Hunziker and Krapf, tourism is a totality of three major components. The first one is tourists are non-residential travelers. Stay is of a temporary nature, and third, visit is not connected with any occupation or remuneration. ഹൻസിഗറിൻ്റെയും ക്രാഫിൻ്റെയും അഭിപ്രായത്തിൽ ടൂറിസം എന്ന് പറയുന്നത് മൂന്ന് ഘടകങ്ങളുടെ ഒരു ടോട്ടാലിറ്റിയാണ്, അല്ലെങ്കിൽ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലകൊള്ളുന്നത്. ഒന്നാമതായിട്ട് ഒരു സഞ്ചാരി എന്ന് പറയുന്നത് ആ നാട്ടുകാരനായിരിക്കില്ല, അദ്ദേഹം മറ്റൊരു നാട്ടുകാരനായിരിക്കും. രണ്ടാമതായിട്ട് സ്റ്റേ അല്ലെങ്കിൽ താമസം എന്ന് പറയുന്നത് ഒരു താൽക്കാലിക പ്രവർത്തനം മാത്രമാണ്. ആൻഡ് ഫൈനലി ഒരു സഞ്ചാരിയുടെ യാത്ര എന്ന് പറയുന്നത് ഏതെങ്കിലും തൊഴിലുമായോ അല്ലെങ്കിൽ വരുമാനവുമായോ ഉദ്ദേശിക്കുന്നതായിരിക്കുകയില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിലുമായോ ഏതെങ്കിലും വരുമാനവുമായോ ബന്ധപ്പെട്ടതായിരിക്കില്ല. ഈ മൂന്ന് ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു യാത്ര നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു സഞ്ചാരിയുടെ 3 മേജർ കമ്പോണൻസ് ഇതൊക്കെയാണെന്ന് ഹൻസിഗർ ആൻഡ് ക്രാഫ് അവർ രണ്ടുപേരും അഭിപ്രായപ്പെടുകയും ചെയ്യുന്നു. So therefore, we can conclude that tourism is a multi-phased activity. ടൂറിസം എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രവർത്തനമാണെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. So it is a composite phenomena touching almost all sectors of life. So at present, tourism is undergoing a dynamic changes due to changes in outlook, customs and fashion. So the success of tourism depends on the satisfaction of a tourist. The need of tourists is often provided by various service sectors by providing better transportation, better accommodation, and enjoyable and entertainment situation. And finally, tourism can flourish only in a peaceful place. So these are the natures of tourism. So ടൂറിസം അല്ലെങ്കിൽ സഞ്ചാരം എന്ന് പറയുന്നത്, യാത്ര എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പ്രവർത്തനമായിട്ടാണ് ഇന്ന് കണക്കാക്കുകയും ചെയ്യുന്നത്. ഈ ഒരു സഞ്ചാരം അല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്നത് ഏകദേശം എല്ലാ വിഭാഗത്തെയും അല്ലെങ്കിൽ എല്ലാ ഭാഗങ്ങളെയും ബന്ധപ്പെടുന്ന, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സ്വാധീനിക്കുന്ന ഒരു പ്രതിഭാസമായിട്ടാണ് കണക്കാക്കുകയും ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ഔട്ട്ലുക്കിലും അതുപോലെ തന്നെ നമ്മുടെ കാഴ്ചപ്പാടിലും നമ്മുടെ ജീവിത രീതിയിലും നമ്മുടെ ഫാഷനിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ അത് ടൂറിസത്തിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഒരു സഞ്ചാരിയുടെ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംതൃപ്തിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ന് നമുക്കറിയാം ഗതാഗത മേഖലയുടെ വളർച്ചയും അതോടൊപ്പം തന്നെ താമസ സൗകര്യങ്ങളുടെ വളർച്ചയും ഒക്കെ ടൂറിസത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായകമാവുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടൂറിസത്തിൻ്റെ മറ്റൊരു സ്വഭാവം എന്ന് പറയുന്നത് ടൂറിസം വളരെ പീസ്ഫുള്ളായിട്ടുള്ള അന്തരീക്ഷത്തിൽ മാത്രമേ വളരുകയുള്ളൂ, അല്ലെങ്കിൽ ടൂറിസം എന്ന് പറയുന്നത് വളരെ സമാധാന അന്തരീക്ഷത്തിൽ മാത്രമേ വളരാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കുകയുള്ളൂ. Then about the characteristics of tourism. It is difficult to identify the characteristic of tourism because it has different traits. People travel for different purposes like the leisure, sport, health, etc. Tourism as an industry has satisfying all tourist demand with different tastes and customs. Taking into account of these factors, we can evaluate the following characteristic of tourism. ടൂറിസത്തിൻ്റെ സവിശേഷതകളെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ബിക്കോസ് ഇതൊരു ബഹുമുഖ പ്രവർത്തനമായതുകൊണ്ട് തന്നെ അതിൻ്റെ സവിശേഷതകളെക്കുറിച്ച് വിശദീകരിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രയാസമുള്ളൊരു കാര്യമാണ്. ആളുകൾ യാത്രകൾ ചെയ്യുന്നത് വ്യത്യസ്ത തരത്തിലുള്ള ഉദ്ദേശങ്ങളോട് കൂടിയിട്ടാണ്. ചിലർ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് യാത്രകൾ ചെയ്യുമ്പോൾ, മറ്റു ചിലർ കായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, മറ്റു ചിലർ ആരോഗ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ഇത്തരത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആളുകൾ സഞ്ചാരം ചെയ്യാറുള്ളത് അല്ലെങ്കിൽ യാത്രകൾ നടത്താറുള്ളത്. അപ്പോൾ വ്യത്യസ്ത രുചികളുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള ആശയങ്ങളുള്ള വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ, വ്യത്യസ്ത അഭിരുചിയുള്ള ആൾക്കാരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ അവർക്കൊരു സംതൃപ്തി നൽകുക എന്ന് പറയുന്നതാണ് ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ചാലഞ്ച് അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്.
ഈ കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള സവിശേഷതകൾ നമുക്ക് താഴെ പറയുന്ന രീതിയിൽ ക്രമീകരിക്കാവുന്നതാണ്. ഒന്നാമതായിട്ട്, ടൂറിസം ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫിനോമിന. ടൂറിസം എന്ന് പറയുന്നത് വ്യത്യസ്ത പ്രതിഭാസങ്ങളുടെ ഒരു കൂടിച്ചേരലുകളാണ്. നമ്മൾ പറഞ്ഞു, വ്യത്യസ്ത തരത്തിലുള്ള ആളുകളാണ് യാത്രയിൽ പങ്കെടുക്കുന്നത്, വ്യത്യസ്ത അഭിരുചിയുള്ള ആൾക്കാരാണ്, വ്യത്യസ്ത ഉദ്ദേശങ്ങളാണ് അവർക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കോമ്പിനേഷനാണ്. വ്യത്യസ്ത തരത്തിലുള്ള പ്രതിഭാസങ്ങളുടെ ഒരു കൂടിച്ചേരലാണ് ടൂറിസം എന്ന് പറയുന്നത്. ദ കോർഡിനേഷൻ ഓഫ് ദ ഫിനോമിനൻ the combination of these phenomenon and their mutual relationship arise when people start their journey. ഈ ഒരു പ്രതിഭാസങ്ങളൊക്കെ കൂടിച്ചേരുകയും അവയൊക്കെ പരസ്പര ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത് ഒരാൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ്. And third, the journey has flexible character, whereas the phenomena at way have a constant character. യാത്ര എന്ന് പറയുന്നത് എപ്പോഴും അതൊരു വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അനായാസം ഈ ഒരു സ്വഭാവ സവിശേഷതകളെയൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒന്നാണ്. പക്ഷെ അതേസമയം തന്നെ ഈ പ്രതിഭാസങ്ങളൊക്കെ തന്നെയും മാറ്റങ്ങളില്ലാതെ അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിൽ നിലനിൽക്കുന്നു. അത് എന്താണ്, അതൊരു ഫ്ലെക്സിബിളായിട്ട് മാറുന്നത് ഒരു യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ്. ഇപ്പോൾ ജേണി എന്ന് പറയുന്നത് വളരെ ഫ്ലെക്സിബിളാണ്. ഈ പ്രതിഭാസങ്ങളെയൊക്കെ, അതായത് കോൺസ്റ്റൻ്റ് ക്യാരക്ടറിലുള്ള ഈ ഒരു പ്രതിഭാസങ്ങളെയൊക്കെ അനായാസമാക്കുന്നത് ഈ ഒരു യാത്ര ആരംഭിക്കുമ്പോൾ മാത്രമാണ്. ഇൻ ടൂറിസം, മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഈസ് ടെമ്പററി. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ടൂറിസത്തിൻ്റെ മറ്റൊരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്, ഇവിടെ യാത്ര എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു താൽക്കാലിക പ്രവർത്തനം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ടെമ്പററി ആക്ടിവിറ്റിയാണ്. ഇൻ ടൂറിസം, ട്രാവൽ ആൻഡ് സ്റ്റേ ആർ ദി സിഗ്നിഫിക്കൻറ്റ് ഫാക്ടേഴ്സ്. ടൂറിസത്തിൽ യാത്രയും അതോടൊപ്പം തന്നെ താമസവുമാണ് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള രണ്ട് ഘടകങ്ങൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, in tourism is non-remunerative. ടൂറിസം എന്ന് പറയുന്നത് ഒരു വരുമാന ഉദ്ദേശത്തോടുകൂടി നടത്തുന്ന യാത്രയല്ല. നെക്സ്റ്റ്, ടൂറിസം ഈസ് എ കോർഡിനേഷൻ ഓഫ് വേരിയസ് സെക്ടേഴ്സ്. വ്യത്യസ്ത മേഖലകളുടെ അല്ലെങ്കിൽ വ്യത്യസ്ത സെക്ടേഴ്സിൻ്റെ ഒരു കോർഡിനേഷൻ, പരസ്പര സഹകരണമാണ് ടൂറിസം എന്ന് പറയുന്നത്. ടൂറിസം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുകയാണെങ്കിൽ അതൊരൊറ്റ ഘടകം മാത്രം അല്ലെങ്കിൽ ഒരൊറ്റ മേഖലയുടെ മാത്രം പ്രവർത്തനമല്ല. ഒരുപാട് മേഖലകൾ കൃത്യമായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ഉദാഹരണത്തിന് ഗതാഗത മേഖല, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, വാർത്താവിനിമയ സൗകര്യങ്ങൾ, ഇത്തരത്തിൽ എല്ലാ മേഖലകളും കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള യാത്ര സാധ്യമാകുന്നത്. ഇത്തരത്തിൽ ടൂറിസം എന്ന് പറയുന്നത് ഒരു കോർഡിനേഷനാണ്, വ്യത്യസ്ത ഘടകങ്ങളുടെ ഒരു കോർഡിനേഷനാണ്. നെക്സ്റ്റ്, ടൂറിസം ഈസ് എൻ ഇൻഡസ്ട്രി. It is not a manufacturing industry but a service industry. ടൂറിസം എന്ന് പറയുന്ന ഒരു വ്യാവസായിക മേഖലയാണ്, പക്ഷേ അതൊരു ഉൽപ്പാദന വ്യാവസായിക മേഖലയല്ല. പക്ഷേ എന്താണ്, അതൊരു സേവന വ്യാവസായിക മേഖലയായിട്ടാണ് പരിഗണിക്കുകയും ചെയ്യുന്നത്. ആൻഡ് ഫൈനലി, ടൂറിസം ഈസ് എ സീസൺ ബൗണ്ട്. എ ചേഞ്ച് ഇൻ ക്ലൈമറ്റ് എഫക്ട് ദ ഡെസ്റ്റിനേഷൻ ഓഫ് എ ടൂറിസ്റ്റ്. ടൂറിസം എന്ന് പറയുന്നത് എപ്പോഴും കാലാവസ്ഥക്ക് വിധേയമാണ്. അതായത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒരു പ്രത്യേക സ്ഥലത്തിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദേശത്തിൻ്റെ കാലാവസ്ഥ അവിടേക്ക് വരുന്ന സഞ്ചാരികളുടെ അഭിരുചിയെ അല്ലെങ്കിൽ അവരുടെ ടേസ്റ്റിനെ ബാധിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഡെസ്റ്റിനേഷൻ തീരുമാനിക്കുന്നത് അവിടുത്തെ കാലാവസ്ഥ കൂടി പരിഗണിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടൂറിസം എന്ന് പറയുന്നത് ഒരു സീസൺ ബോണ്ട് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ടാണ് പരിഗണിക്കുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ടൂറിസത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെന്ന് പറയുന്നത്. താങ്ക് യു.